അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എന്റെ സർവസ്വം. അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എന്റെ സർവസ്വം. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കാണുകേണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തണമേ, ദുർഗാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എന്റെ സർവസ്വം. അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്റെ സർവസ്വം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ കർത്തദാസന്മാരെ ഓർത്തും ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവമക്കൾക്കായും സ്തോത്രം ചെയ്യും. ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് തിരുവെഴുത്തിന്റെ മുൻപിലായിരിക്കാം. കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്തും കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശിഷ്യാലെ വളരെ ഭാരത്തോടെ നാം പ്രാർത്ഥിച്ചത് ചിന്തിക്കാത്ത നനയ്ക്കാത്ത സമയങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് വേദന ഉളവാക്കുന്ന സംഭവങ്ങൾ ചുറ്റുപാടുകളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു. നമുക്ക് പലതിൻ്റെയും ശരിയായ കാരണം പലപ്പോഴും നമുക്ക് മനസ്സിലാകാൻ സാധിക്കില്ല. എങ്കിലും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വേദനിക്കുവാനും നെടുവേർപ്പിടാനും മാത്രമേ നമ്മെ കൊണ്ട് സാധ്യമാകുന്നുള്ളൂ. കർത്താവ് എല്ലാം അറിയുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക മാത്രമേ നമുക്ക് ചെയ്യുവാനായിട്ട് സാധ്യമാകൂ. കർത്താവ് നമ്മെ രാത്രി സഹായിക്കട്ടെ. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലാസ്റ്റ് ക്ലാസ് വരെ പഠിച്ചത് പിശാച് കള വിതയ്ക്കുന്ന കളങ്ങളെ കുറിച്ചാണ്. അതിലേറ്റവും അതിപ്രധാനമായി പിശാച് കള വിതയ്ക്കുന്ന കളം ശുശ്രൂഷക വൃന്ദമാണെന്ന് നമ്മൾ പഠിച്ചു. കാരണം സഭയെ വളർത്തേണ്ടവരെ കൊണ്ട് തന്നെ സഭയെ തളർത്തുക എന്നുള്ളത് പിശാചിന്റെ പദ്ധതി. സഭയ്ക്ക് എല്ലാ നിലയിലും താങ്ങും തണലുമായി നിൽക്കേണ്ടവർ തന്നെ സഭയുടെ അന്തകന്മാരായിട്ട് മാറുക എന്നുള്ളത് പിശാചിന്റെ ഒരു വലിയ പദ്ധതി. തിരുവെഴുത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, പൊതുവായിട്ടൊരു വാക്യം, മനുഷ്യന്റെ ശത്രു എന്ന് പറയുന്നത് അവന്റെ വീട്ടുകാരല്ല, അവന്റെ സ്വന്തക്കാർ തന്നെയാണ്. ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രതിയോഗിയായിട്ട് പലപ്പോഴും ഇന്ന് മാറുന്നത് കർത്താവ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവർ തന്നെ സഭയുടെ പ്രതിയോഗികളായിട്ടും പ്രതികൂലമായിട്ടും മാറും. അതിന്റെ പിൻപിലൊക്കെ വ്യാപരിക്കുന്നതും അതിന്റെ പിൻപിൽ ആ നിലവാരത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതൊക്കെ പിശാചിന്റെ ആഴമേറിയ തന്ത്രങ്ങൾക്കകത്ത് കിടക്കുന്ന കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ അതിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ ആ നിലയിൽ അതിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം. ഇന്ന് രാത്രികാലം കള വിതയ്ക്കപ്പെടുന്ന കളം, അടുത്ത ചിന്ത എന്ന് പറയുന്നത് സഭാജനത്തിന്റെ ഇടയിൽ പിശാച് കള വിതയ്ക്കുന്നു. ശുശ്രൂഷക വൃന്ദം മാത്രമല്ല, വിശ്വാസികൾ എന്ന് പറയുന്ന സഭാജനത്തിന്റെ മധ്യത്തിലും ഇടയിലും പിശാച്
കള വിതയ്ക്കുന്ന കളങ്ങളാക്കി തീർക്കാറുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് അതിപ്രധാനമായൊരു വാക്യം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം: കള്ള സഹോദരന്മാരാ ഇത് സഭയിലെ കള്ള വിശ്വാസികളായ അല്ലെങ്കിൽ കള്ള സഹോദരന്മാരാലും പൗലോസിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പൗലോസിന് ആപത്ത് നേരിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കിയ സഹോദരന്മാരകത്ത് ജനിക്കുന്ന സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ നല്ല സഹോദരന്മാരായിരുന്നവരെ പിശാച് അവന്റെ തന്ത്രങ്ങളിലൂടെയും അവന്റെ പദ്ധതികളിലൂടെയും അവൻ അവരുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ടതിലൂടെയും നല്ല സഹോദരന്മാർ ഇപ്പോൾ ആരായി മാറി? കള്ള സഹോദരന്മാരായി. അതുപോലെ തന്നെയല്ലേ അപ്പോസ്തലന്മാരും ആരാണ്? അപ്പോസ്തലന്മാരല്ലാത്തവർ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞു വന്നത് നമുക്ക് കാണാൻ കഴിയും. നല്ല പ്രവാചകന്മാരെയും ആരാക്കി മാറ്റി? കള്ളപ്രവാചകന്മാരാക്കി മാറ്റി. നല്ല ഉപദേഷ്ടാക്കന്മാരെയും ആരാക്കി മാറ്റി? കള്ള ഉപദേഷ്ടാക്കന്മാരാക്കി മാറ്റി. നല്ല ഇടയന്മാരെയും കള്ള ഇടയന്മാരാക്കി മാറ്റി. ആകാത്ത വേലക്കാരെന്ന് പൗലോസ് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ? ആകാത്ത വേലക്കാരെ നായ്ക്കളെ സൂക്ഷിപ്പിൻ എന്ന് പറഞ്ഞു പറയുന്നത് ആകാത്ത വേലക്കാരെ എന്ത് ചെയ്യണം? സൂക്ഷിക്കും. അപ്പൊ ഇതെല്ലാം എന്താണ്? പിശാചിന്റെ പദ്ധതികൾക്കകത്തൂടെ കടന്നുപോയി കളകളായി മാറ്റപ്പെട്ടത്. വിശ്വാസികളെയും കള വിതച്ച് അവരുടെ ഇടയിലും കള വളർന്ന് അവരെ നന്നായി നല്ല സഹോദരന്മാരായി മുൻപോട്ട് പോയിരുന്ന പലരും ഇന്ന് ആരാണ്? കള്ള സഹോദരന്മാരായിട്ടും. അത് പൗലോസ് എടുത്തു പറയുന്ന പാക്കഥ കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് തനിക്ക് നേരിട്ടിട്ടുണ്ട്. ശുശ്രൂഷ ഗ്രന്ഥത്തിൽ കള വിതയ്ക്കപ്പെട്ടതുപോലെ വിശ്വാസികളുടെ ഇടയിലും കളകൾ വ്യാപിപ്പിക്കുവാനുള്ള ശത്രുവിന്റെ തന്ത്രങ്ങളെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം കളകളെയാണ് പൗലോസ് ഇവിടെ കള്ള സഹോദരന്മാരെന്ന് വിളിക്കുന്നത്. ഇവർ സഭയ്ക്ക് അല്ലെങ്കിൽ വേലയ്ക്ക് ദോഷം വരുത്തുന്നവരാണ്. അപ്പൊ ക്രിസ്തു എന്ന ശരിയായ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കാതെ നുഴഞ്ഞു കയറുന്ന ഇത്തരം കളകളെ തിരിച്ചറിയാനായിട്ട് ഇവരുടെ പ്രവൃത്തി ശ്രദ്ധിച്ചാൽ മതി എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. ഞാനൊരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 4-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്നുകൂടെ ചേർത്ത് വായിക്കാം. എങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അടുത്ത വാക്ക് 4. അത് നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അപ്പൊ നേരായ വഴിയിലൂടെ, നേരായ വാതിലിലൂടെ അകത്ത് കടക്കാൻ, അല്ലെങ്കിൽ അകത്ത് കടക്കാതെ, അകത്ത് പ്രവേശിക്കാതെ മറ്റിതര മാർഗങ്ങളിലൂടെ എന്താ ചെയ്യുക? നുഴഞ്ഞ് വന്ന കള്ള സഹോദരന്മാരെന്നാണ് പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. ഇവരെല്ലാം പിശാചിന്റെ കയ്യിലെ ആയുധങ്ങളാണ്. പിശാച് കരങ്ങളിലെടുത്ത് നന്നായി ഉപയോഗിക്കുന്ന അവന്റെ ആജ്ഞാവർത്തികളാണ് ഇപ്രകാരം വിശ്വാസികളുടെ ഇടയിൽ, സഹോദരന്മാരുടെ ഇടയിലുള്ള കള്ള സഹോദരന്മാരെന്ന് പറയുന്നു. ഇവരൊന്നും തുടക്കത്തിൽ ആരല്ല ഈ അവസ്ഥയിൽ, പിന്നീട് മാറ്റം സംഭവിച്ചത്. പിന്നീട് അവർക്ക് മാറ്റങ്ങൾ നമുക്കറിയാമല്ലോ. കർത്താവ് പറഞ്ഞു വരുമ്പോഴോ ഗോതമ്പ് വിതച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പിശാച്
അതിനകത്ത് വിതച്ചു. ആദ്യം ഗോതമ്പ് എന്ത് ചെയ്ത് വിതയ്ക്കപ്പെട്ടു. വിതച്ചവൻ പോയി ഉറങ്ങി അല്ലെങ്കിൽ വിശ്രമിച്ച സമയത്ത് വിതച്ചവൻ അറിയാതെയാണ് ശത്രു എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് കൊണ്ടുവന്ന് കള വിതച്ചു. ഓക്കെ, അപ്പൊ ദൈവജനത്തിന്റെ ഇടയിൽ വഴക്കിടാനും അതുപോലെ തന്നെ വിവിധ ഭിന്നതകൾക്കും കാരണമാകുന്ന ഇത്തരം കളകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ സാഹചര്യങ്ങൾ പലപ്പോഴും അവർക്ക് പ്രോത്സാഹനമാണ് നൽകുന്നത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞൊരു കാര്യമാണ്, എഫെസോസ് സഭയോട് കർത്താവ് പറയുമ്പോൾ വെളിപ്പാട് 2 നമ്മൾ വായിക്കുന്നത്, 3 നമ്മൾ വായിക്കുന്നത് എന്താണ്? സോറി, 2-ാം അധ്യായം, 2-3 അധ്യായമാണ് സഭയുടെ തോത്. അപ്പോസ്തലന്മാർ അല്ലാതെ കള്ളത്തരം കാണിച്ചു വന്ന അവരെന്ത് ചെയ്തു? പരീക്ഷിച്ച് അറിഞ്ഞു. എന്നിട്ട് അവരെ എന്ത് ചെയ്തു? മാറ്റി നിർത്തി. സഭയുടെ തുടക്കം എന്ന് പറയുന്നത് വളരെ കാര്യകാരണങ്ങളെ വേർതിരിച്ചിട്ട് തെറ്റിനെ കണ്ടെത്തി അതിനെ ഉപേക്ഷിച്ച് ശരിയായ നിലപാടുകളെയും മാർഗങ്ങളെയും പിന്തുടരുന്ന ഒരു സമൂഹമായിരുന്നു ദൈവസഭ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ സഭകളെയൊക്കെ നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ ഒട്ടുമിക്കുന്ന എല്ലാ കൊരിന്ത്യ സഭയുടെ മാതൃകയാണ് അതിന് തുടക്കം. എല്ലാ കൃപാവരങ്ങളും പ്രാപിച്ച വിശ്വാസികൾ സഭയ്ക്കകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് കൃപാവരങ്ങളുടെ ഉപയോഗം പല കള്ളത്തരങ്ങളെയും പിടിക്കാൻ മനസ്സിലാക്കാൻ കാരണം ആയിരുന്നു. പിന്നീട് നമ്മൾ അങ്ങോട്ട് സഭയുടെ ചരിത്രം പഠിച്ചു വരുമ്പോൾ കൃപാവരങ്ങളെയൊക്കെ വളരെ വികല കാഴ്ചപ്പാടുകൂടെ കാണുന്ന ഒരു സമൂഹമായിട്ട് മാറി വന്നത്. ഇന്നത് എത്രത്തോളം വർധനവിലാണെന്നുള്ളത് ഞാൻ പറയാതെ നമുക്കറിയാം, അല്ലേ? ഇത് നമ്മുടെ വേർപെട്ട ബന്ധക്കോസ് സഭകൾക്കകത്തെ വിശ്വാസികൾ എന്ന് പറയുന്നത് നല്ലൊരു ശതമാനവും ഇന്ന് ബ്രദറൻ കാഴ്ചപ്പാട് പുലർത്തുന്ന ആളുകൾ. അവർക്ക് പരിശുദ്ധാത്മാവിനോട് വിരോധമാണ്, കൃപാവരങ്ങളോട് വിരോധമാണ്, രോഗശാന്തിയിൽ നിന്ന് പലർക്കും വിശ്വാസമില്ല, അല്ലെ? പലതും ഒന്ന് നിന്നുപോയി, ഇന്ന് പലതും അഭിനയമാണെന്നൊക്കെ പറയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുമായിരിക്കും. ഈ ചിന്താഗതികളെല്ലാം ദൈവജനത്തിന്റെ ഇടയിലേക്ക് നൽകി തന്നത് ആരാണ്? പിശാച് തന്നെയാണ്. കാരണം ഒന്നിനാണ് ഈ ചിന്താഗതി നമ്മുടെ ഇടയിൽ വന്നാൽ യഥാർത്ഥ വിശ്വാസത്തെ പിന്തുടരാൻ സാധിക്കാതെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനായിട്ട് പറ്റും. ദൈവസഭയ്ക്കകത്ത് ഈ വിവിധ വിഭാഗീയതകൾ ഉണ്ടാക്കിയതിന് പിന്നിലും ആരാ? പിശാച് തന്നെയല്ലേ? 1-ാം നൂറ്റാണ്ടിൽ 100 സഭയൊന്നും ഇല്ലായിരുന്നു, ഒറ്റ സഭയുണ്ടായിരുന്നു. അപ്പോസ്തലിക കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? സഭ പാലയ്ക്കാ പിരിഞ്ഞതുപോലെ എന്തായി? വിവിധ പ്രസ്ഥാനങ്ങളായി, സംഘടനകളായി, സമൂഹങ്ങളായിട്ട് വേർതിരിഞ്ഞു. ഈ വേർതിരിഞ്ഞ പ്രസ്ഥാനങ്ങളെല്ലാം നമ്മൾ പഠിച്ചാൽ എന്താണ്? വേദപുസ്തകത്തിലെ യഥാർത്ഥ കാര്യങ്ങളെ പല നിലകളിൽ എന്ത് ചെയ്തു? വ്യാഖ്യാനിക്കപ്പെട്ടതാണ് വിവിധ സംഘങ്ങളും സംഘടനകളും സഭകളും ഉണ്ടാകാനുള്ള കാര്യം. നമുക്കറിയാം, സഭയെ നമ്മൾ പഠിച്ചാല് 1-ാം നൂറ്റാണ്ടിലെ സഭ, ആ സഭ ഇങ്ങോട്ട് വന്ന് പിന്നെ അതൊരു കാത്തലിക് മൂവ്മെന്റാണ്. നമ്മൾ പിന്നെ പെന്തക്കോസ് അനുഭവം കഴിഞ്ഞ് പിന്നെ ഒരു കാത്തലിക് മൂവ്മെന്റ്, സഭ കാതോലികമായി മാറി. ആ കാതോലികമായ സഭ കുറെ കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഓർത്തഡോക്സൻ കാഴ്ചപ്പാടുണ്ടായി. ആ ഓർത്തഡോക്സൻ കാഴ്ചപ്പാടിൽ നിന്ന് വീണ്ടും ഡിവൈഡായി. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് പല അവാന്ത വിഭാഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. മർത്തോമ വന്നു, ഇവാഞ്ചലിക്കൽ വന്നു. പിന്നെ നമ്മള് ഈ പ്രൊട്ടസ്റ്റന്റ് കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോഴും പ്രൊട്ടസ്റ്റന്റിനകത്ത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ എന്തായി? അവാന്ത വിഭാഗങ്ങൾ. ഈ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ തിരുവനന്തപുരംകാരിപ്പോ ജോസഫ് ഉള്ളു തോന്നില്ലേ? ജോസഫിന് തിരുവനന്തപുരംകാരനല്ല, ഇപ്പൊ തിരുവനന്തപുരത്താണെന്നുള്ളത്. ജോസഫ് പണ്ട് തിരുവനന്തപുരമായിരുന്നു, പിന്നെ ഇപ്പോഴും ആ മലപ്പുറത്തിന്റെ ഒരു അനുഭവമൊക്കെ ജോസിന്റെ ജീവിതത്തിൽ.
മലപ്പുറത്തൊക്കെ താമസമുണ്ട്. അപ്പൊ ഈ തിരുവനന്തപുരത്തിന്റെ ചില റോഡുകളിലൂടെ നമ്മള് ഒന്ന് വണ്ടി ഓടിച്ച് യാത്ര ചെയ്താല് ദൈവത്തിന് വേദപുസ്തകത്തിൽ എത്ര പേര് പറയുന്നു അത്രയും പേരിലുള്ള സഭകളെ കാണാൻ പറ്റും. യഹോവ നിസി സഭ, യഹോവ ഷമ്മ സഭ, യഹോവ സിദക്കേന് സഭ, ഇതെല്ലാം സഭകളാണ്. ഇപ്പൊ നമ്മളെ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് IPCയുടെ വിവിധ സഭകൾക്ക് പേരിടാറുണ്ട്. ബെഥേല്, എബനേസറ്, ഇല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പേരിടും. പക്ഷെ തിരുവനന്തപുരത്തെ അങ്ങനെയല്ല. അത് ഓരോരോ പ്രസ്ഥാനങ്ങളാണ്, ഓരോരോ സംഘടനകളാണ്. അപ്പം ഇന്നിപ്പോ പേര് തികയാത്തത് കൊണ്ട് ചിലതിനെയൊക്കെ ഇന്ന് ഇൻഡിപെൻഡന്റ് ചർച്ച് എന്നാണ് വിളിക്കുന്നത്. അത് പേരില്ല, വേദപുസ്തകത്തിലെ പേര് കഴിഞ്ഞു. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും പേര് കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കും. അതുപോലെ വിഭാഗങ്ങളായി മാറി, അതുപോലെ സംഘടനകളായി, അതുപോലെ പ്രസ്ഥാനങ്ങളായി. എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഉണ്ടായേ? വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങളെയും വേദപുസ്തകത്തിന്റെ കാര്യങ്ങളെയും എന്ത് ചെയ്തതാണ്? വ്യാഖ്യാനിച്ചു വന്ന വ്യത്യാസങ്ങൾ. അപ്പൊ നോക്കിയേ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഞാനത് ഈ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ കാത്തലിക്സ് പ്രസ്ഥാനത്തിൽ നിന്ന് പഠിച്ചു. തുടക്കം പെന്തക്കോസ്ത് കഴിഞ്ഞ് ഉണ്ടായ ഒരു മൂവ്മെന്റ് അല്ലേ? അതിനകത്ത് എത്ര കാത്തലിക് ഉണ്ട്? അതിനകത്ത് വേറൊന്നുമില്ല. അവർക്ക് ആ ഒന്നേ ഉള്ളൂ. ഓർത്തഡോക്സ് സഭയ്ക്കൊക്കെ ചിലപ്പോൾ 2 എണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2 ഭദ്രാസനങ്ങളുടെ കീഴിൽ ഓർത്തഡോക്സ് ഉണ്ട്. എങ്കിലും ആ 2 ഉള്ളൂ, അല്ലേ? ഒന്ന് പത്രോസിന്റെ സിംഹാസനം പിന്നെ അവരുടെ അധികാര കേന്ദ്രമായിട്ട് പറയും, മറ്റൊന്ന് വേറൊന്ന് അധികാര കേന്ദ്രമായിട്ട് പറയും. 2 അഭാന്ത വിഭാഗം. മർത്തോമ എന്ന് പറയുന്നത് എത്ര പ്രസ്ഥാനമുണ്ട്? മർത്തോമയ്ക്കകത്ത് അത് ഒന്നേ ഉള്ളൂ. ഈശോയ്ക്കകത്ത് എത്ര ഉണ്ട്? ഒന്നേ ഉള്ളൂ. പെന്തക്കോസ്തിനകത്തോ കളറിന്റെ വ്യത്യാസത്തില്, ജാതിയുടെ വ്യത്യാസത്തില്, അല്ലേ? നമുക്കെല്ലാം എന്താണ്? ഇനി പെന്തക്കോസ്തിനകത്ത് പിന്നെ ജാതി മാത്രമല്ല, ചിലയിടത്തുനിന്ന് വന്നു എന്ന് പറഞ്ഞ് അവരെ മാത്രം മതി എന്ന് പറഞ്ഞുള്ള പെന്തക്കോസ്ത് ഉണ്ടല്ലോ നമ്മുടെ, അല്ലെ? കനാനക്കാർക്ക് കനാനക്കാരെ മാത്രം മതി, വേറെ ആരെയും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞൊരു സാരം എന്താ പറയുക, ഞാൻ വിമർശിച്ചതല്ല, മറിച്ച് അവിടെ ഒരു പോയിന്റ് ചിന്ത കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ സാമുദായ സഭകള് 2000-ലധികം വർഷമായി തുടങ്ങിയിട്ടും അവർക്ക് എന്തില്ല? അവരുടെ ഇടയിൽ നമ്മളെ പോലൊരു വിഭാഗീയതയില്ല. പക്ഷെ മനസ്സിലാക്കുക, വേദപുസ്തക ഉപദേശത്തോടും വേദപുസ്തക സത്യങ്ങളോടും 100% കൂറു പുലർത്തുന്ന, നീതി പുലർത്തുന്ന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന വേറെപ്പെട്ട പെന്തക്കോസ്ത് സമൂഹം എന്ന് പറയുന്നത് എത്രത്തോളം വിഭാഗീയതയ്ക്കകത്തേക്ക് മാറിപ്പോയി എന്ന് ചിന്തിച്ചാൽ ഇതിന്റെ പിൻപിൽ കളിച്ചതും വ്യാപരിച്ചതും പിശാചായതുകൊണ്ട്. അത് തിരിച്ചറിയാനുള്ള വകതിരിവ് ഇതിനൊക്കെ ആരംഭം കുറിച്ചവർക്ക് ഇല്ലാതെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞൊരു സാരം, കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഓർക്കുക, സഭയെ പാതാള ഗോപുരങ്ങൾ എത്രത്തോളം ജയിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ റിസൾട്ടാണ് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഈ സഭക വിഭാഗങ്ങൾ. കാരണം വേദപുസ്തകം 1 എന്ന് മാത്രം പറയുന്നല്ലേ? ദൈവം ഒരുവൻ, ക്രിസ്തു ഒരുവൻ, പരിശുദ്ധാത്മാവ് ഒരുവൻ, വചനമൊന്ന്, ഉപദേശമൊന്ന്, ഇതെല്ലാം നമ്മെ ഒന്നാക്കി മാറ്റി നിർത്തുന്നു. ഒന്നാക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ഇടയിൽ എന്തല്ല? ഒന്നല്ല. നമ്മളെ ഒരുപാട് വിഭാഗമാക്കി മാറ്റി. ഒന്നിനൊന്നിനോട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? യോജിക്കത്തില്ല, ചേരത്തില്ല. അപ്പൊ ഇതെന്താ ഞാൻ പറഞ്ഞു വന്നത്? ഇത് കളയുടെ അനന്തരഫലമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോസ്തലന്മാരുടെ ഇടയിലോ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിന്റെ ഇടയിലോ കള വന്നതിന്റെ അടിസ്ഥാനമാണ് പാലിക്കാ പിരിഞ്ഞതുപോലെ പിരിഞ്ഞ് പുതിയ സഭകളും സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ടായതിന് പിന്നിൽ കളയുടെ സ്വാധീനമാണ്. വിശ്വാസികൾ ഒരു സഭയിൽ നിന്ന് അടുത്ത സഭയിലേക്ക് ചാടുന്നതിന് കാരണം എന്താ? കളയുടെ സ്വാധീനമാണോ? അല്ലെ? ഒരു കൊച്ചു നിസാരമായ കാര്യത്തിന് ക്ഷമിക്കാതെ പൊറുക്കാതെ അടുത്ത സഭയിലേക്ക് പോവുക. അവിടെ വാതിലും തുറന്ന് എന്ത് ചെയ്യുക? ഇരിക്കുക. ആരെങ്കിലും വഴക്കിട്ട് വരുന്നുണ്ടോ, പിണങ്ങിയാണെങ്കിലും വരുന്നുണ്ടോ, അടി ഉണ്ടാക്കിയിട്ടാണെങ്കിലും വരുന്നുണ്ടോ,
ഇത് സ്വീകരിക്കാനായിട്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ദൈവ ശുശ്രൂഷക ബന്ധത്തിന്റെ ഇടയ്ക്കും സഭാജനത്തിന്റെ ഇടയ്ക്കും കള വിതയ്ക്കപ്പെട്ടതിന്റെ അതിന്റെ വളർച്ചയുടെ അനന്തരഫലമാണ് നമ്മൾ ഇന്നീ കാണുന്ന സകല അപജയത്തിന്റെയും മൂലകാരണം എന്ന് പറയും. അപ്പം നമ്മളതിന് പലപ്പോഴും പറഞ്ഞാശ്വസിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, മാണി സാറിന്റെ തിയറി അല്ലേ, വളരുന്തോറും പിളരുന്തോറും വളരും. അങ്ങനെ പിളർന്ന് വളർന്നതാണോ പെന്തക്കോസ്? ഒന്നുമല്ല. പിളർപ്പ് ഒരിക്കലും വളർച്ചയ്ക്ക് കാരണമാകുന്നില്ല. പിളർപ്പ് എപ്പോഴും പരാജയത്തിന്റെ കാരണമായിട്ടേ മാറാറുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? അപ്പോസ്തലിക കാലത്ത് മുതൽ സഭയിലകത്ത് പ്രശ്നമില്ലേ? ഉണ്ട്. 1-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ സഭയ്ക്കകത്ത് പ്രശ്നമുണ്ട്. പെന്തക്കോസ്ത് നാളിന് ശേഷം സഭ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വല്ലാണ്ട് മാറുന്നതിന് മുമ്പ് തന്നെ സഭയ്ക്കകത്ത് പ്രശ്നമുണ്ട്. നമ്മൾ വായിക്കുന്നില്ലേ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തില് യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും തമ്മിൽ വഴക്കുണ്ടായി. പക്ഷെ അന്നത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞത് പ്രശ്നമുണ്ടാകും, നേതൃത്വം അതിനെ എന്ത് ചെയ്യും? നന്നായി പരിഹരിക്കും. കാരണം അതാ അന്നത്തെ നേതൃത്വത്തിനകത്ത് എന്തില്ല? കളയില്ലായിരുന്നു. ഈ കള നേതൃത്വത്തിനകത്ത് ഉണ്ടെങ്കിലുള്ള പ്രത്യേകത എന്നറിയാമോ? ഒരു സഭയിൽ പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കുകയല്ല, പരിഹരിക്കാതെ അതിനെ 2 കഷണമാക്കി മാറ്റും. ഒരു കൂട്ടരെ അപ്പുറത്തും നിർത്തും, ഒരു കൂട്ടരെ ഇപ്പുറത്തും നിർത്തും. അങ്ങനെയാണ് ഇന്ന് നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചോദിക്കേ, ഒരു 20 കൊല്ലമോ മുമ്പ് 30 കൊല്ലമോ മുമ്പ് ഒരു സെന്റർ എന്ന് പറഞ്ഞാല് 2 ജില്ലകൾക്കകത്ത് ഉൾപ്പെട്ട് കിടന്നതായിരുന്നു അല്ലേ? ഇന്ന് നമ്മുടെ IPCയുടെ സെന്ററുകൾ എത്ര ജില്ലയ്ക്കകത്തുണ്ട് ഒരു സെന്റർ? പണ്ട് നിലമ്പൂർ സെന്റർ എന്ന് പറഞ്ഞാല് കോഴിക്കോട് ജില്ലയ്ക്കകത്തുണ്ട്, പാലക്കാട് ജില്ലയ്ക്കകത്തുണ്ട്, തൃശ്ശൂർ ജില്ലയ്ക്കകത്തുണ്ട്, മലപ്പുറം ജില്ലയ്ക്കകത്തുണ്ട്, വയനാട് ജില്ലയ്ക്കകത്തുണ്ട്, ഗൂഡല്ലൂരിനകത്തുണ്ട്. ഇന്നത് എത്ര സെന്ററുകളായെന്ന് എനിക്ക് തന്നെ പറയാൻ അറിയത്തില്ല. അതുപോലെ വർദ്ധിച്ചു. ഈ വർധനവ് വളർച്ചയുടെ ഫലമായിട്ടാണോ? അല്ല, തകർച്ചയുടെ ഫലമായിട്ടുണ്ടായത്. കാരണം ഇതെല്ലാം എന്തിന്റെ സ്വാധീനമാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്? ഇതെല്ലാം കളയുടെ സ്വാധീനമാണ്, കളയുടെ അനന്തരഫലമാണ്. കളയുടെ വളർച്ചയുടെ അനന്തരഫലമാണ് ഈ വിഭാഗീയതകൾ എന്ന് പറയും. പൗലോസ് ചോദിച്ചൊരു ചോദ്യമില്ല, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം തീർക്കാനായിട്ട് ആത്മീയരായ ആരുമില്ലേ? പുരന്തിരോട് ചോദിച്ച ചോദ്യം അല്ലേ? അതില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അവരെ കോടതി കയറാനാക്കി തുടങ്ങിയില്ലേ? കോടതിയിലൊക്കെ പോയി കേസ് കൊടുത്തു, വക്കീലിനെയൊക്കെ വെച്ചു. ഇന്നൊക്കെ നമ്മുടെ പ്രസ്ഥാനങ്ങളിലെ മുഴുവൻ കേസും നടത്തുന്നത് കോടതിയും അതുപോലെ തന്നെ വക്കീലന്മാരും. IPCക്ക് തന്നെ ശരിക്കും കുമ്മനാട് ഒരു കോടതി വേണ്ട സാഹചര്യം ഇപ്പോൾ. കാരണം തീരത്തില്ല കേസ്, അതുപോലെ കേസുകളാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നമ്മുടെ പ്രസ്ഥാനത്തെ ചെറുതാക്കി കാണിച്ചല്ല, മറിച്ച് കളയുടെ സ്വാധീനത വർദ്ധിച്ചപ്പോൾ, കളയുടെ വളർച്ച ദ്രുതഗതിയിലായപ്പോൾ ദൂരവ്യാപകമായ പ്രത്യാഘാതം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലല്ല. അപ്പൊ കളയെ എങ്ങനെ പിശാച് വിതച്ചത്? നല്ല ഗോതമ്പിന് കേടുവരുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നല്ല ഇല്ലാതാക്കണം. അത് മാത്രമേ കള വിതച്ചത് എന്തിനാണ്? ആ ശുശ്രൂഷയ്ക്കകത്തൂടെ സഭ കളങ്കമായി മാറണം. വിശ്വാസികൾക്കകത്ത് കള്ളവിശ്വാസികളെ അല്ലെങ്കിൽ കള്ള സഹോദരന്മാരെ സൃഷ്ടിച്ചതിന്റെ കാരണം എന്താ? വിശ്വാസ സമൂഹത്തെ മലിനമാക്കണം. അപ്പൊ അങ്ങനെ പോകുകയാണ് ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാല്, ഐക്യതയോടെ മുന്നേറേണ്ട ദൈവജ മക്കൾ ചിതറിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോകുകയാണ്. അപ്പൊ ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർ ദൈവത്തിന്റെ കൃപയെ, അത് യൂദ പറയുന്നൊരു വാക്കാണത്. ഞാൻ ആ വാക്യം കൂടെ വായിക്കാം. 4-ാമത്തെ വാക്യം യൂദ പറയുന്നത് ശ്രദ്ധിച്ചാണ്. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ
ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കും. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ സഭയ്ക്കകത്തേക്ക് എന്ത് ചെയ്തു? നുഴഞ്ഞ് കയറി വന്നു. അപ്പൊ ഇത്തരം നുഴഞ്ഞു കയറ്റക്കാർ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നതിനെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കിയിട്ട് യേശുക്രിസ്തുവിനെ നിഷേധിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് യൂദ വളരെ ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നത്. അതാണ് ആ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യൂദ പറയുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ കാൽവരി മരണത്തെ നിന്ദ്യമായി കാണുന്ന വേറൊരു സുവിശേഷവും മറ്റൊരു ക്രിസ്തുവിനെയും പ്രസംഗിക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണെന്നാണ് പൗലോസ് പറയുന്നത്. ആ വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നോക്കി. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് ഞാൻ എന്റെ ഹൃദയവാഞ്ഛയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന് നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന് നീതിക്ക് കീഴ്പ്പെടുന്നില്ല. ആണോ? ചില ആളുകളെ കുറിച്ച് പറയാം, പൗലോസ് പ്രാർത്ഥിക്കുക, അവർ എന്ത് ചെയ്യണം? അവർക്കൊരു മടങ്ങി വരവുണ്ടാകണമെന്നൊക്കെ പൗലോസ് ആഗ്രഹിക്കുകയും പൗലോസ് പ്രാർത്ഥിക്കുകയും ചെയ്ത് അവർക്ക് വേണ്ടി ദൈവത്തോട് യാചന ആകുന്നെന്ന് പറയുക. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുന്നത്. അപ്പൊ പരിജ്ഞാനം സംബന്ധിച്ച് അല്ലെങ്കിൽ അവർക്ക് പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് അവർക്ക് എന്തുണ്ട്? എരിവുണ്ട്. പക്ഷെ ആ എരിവ് കൊണ്ട് എന്താ ഗുണം? ഒരു ഗുണവുമില്ല. അവര് കാണിക്കുന്ന എരിവ് മുഖാന്തരം ദൈവസഭയ്ക്ക് ഗുണമല്ല, ദോഷമേ വരുത്തും. അവർ പരിജ്ഞാനം സംബന്ധിച്ച് അല്ലെങ്കിൽ പരിജ്ഞാനപ്രകാരം അല്ലാത്തൊരു എരിവുള്ളത് കൊണ്ട് ദൈവസഭയ്ക്ക് ദോഷം വരുന്നത് കൊണ്ടല്ലേ അവർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അവരെ ഗുണം വരുത്തുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ സഭയ്ക്കകത്ത് കളയുടെ സ്വാധീനത്താൽ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? പിശാചിന് സാധിച്ചു. അത് എനിക്ക് പറയുന്നൊരു വാക്കാണ്. ഈ കളയുടെ സ്വാധീനം കൊണ്ടാണ് ദൈവം ആഗ്രഹിച്ചത് ദൈവസഭ എന്ന് പറയുന്നത് ആത്മീയരെ കൊണ്ട് നിറഞ്ഞതായിരിക്കണമെന്ന്. പക്ഷെ സഭയ്ക്കകത്തേക്ക് കള വന്നപ്പോൾ ആത്മീയര് ഒരു ന്യൂനപക്ഷമായി മാറി, പ്രാകൃതന്മാരും ജഡീകന്മാരും ഭൂരിപക്ഷമായിട്ട് മാറി. ഇന്ന് ആ കാറ്റഗറി തന്നെയല്ലേ സഭ പോകുന്നത്. ഞാൻ ഇവിടെ എന്നെ കേൾക്കുന്നതിൽ ബഹുഭൂരിപക്ഷം കർത്തദാസന്മാരാണ്. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന നിങ്ങളുടെ സഭയിലെ ജനത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. അതിനകത്ത് എത്ര ആത്മീയരുണ്ട്, അതിനകത്ത് എത്ര പ്രാകൃതനുണ്ട്, അതിനകത്ത് എത്ര ജഡീകരുണ്ട്. പ്രാകൃതനും ജഡീകനെയും കൂടെ ഒരുമിച്ച് ചേർത്താൽ അവരെക്കാട്ടിലും കൂടുതലുണ്ടോ നമ്മുടെ സഭയിലെ ആത്മീയരുടെ എണ്ണം? ഇല്ലെന്നുള്ളതാണ് ഒരു സത്യം. നിങ്ങളുടെ ഏതെങ്കിലും സഭയിൽ അല്ലെന്നുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ടൊന്ന് പറഞ്ഞാൽ മതി. അല്ലേ? ഞാൻ പറഞ്ഞത് കള്ളത്തരമാണോ അതോ ഞാൻ വല്ല പോഷ്കാണ് പറഞ്ഞത്? അല്ല. ഈ പ്രാകൃതനെയും ജഡീകനെയും കൂടെ ഒരു കാറ്റഗറിക്കകത്ത് ഒരു കൂട്ടിനകത്ത് അടച്ചേച്ച് ആത്മീയരെ മാത്രം മറ്റൊരു കൂട്ടിലേക്ക് ഇടാൻ ശ്രമിച്ചാൽ 1 or 2 എണ്ണത്തിന് മാത്രമേ ആത്മീയരുടെ കൂട്ടിൽ ഇടാനുള്ളൂ. ബാക്കി മുഴുവൻ ഈ പ്രാകൃതനും ജഡീകനും. അപ്പൊ നോക്കിക്കേ, സഭാജനത്തിന്റെ ഇടയിൽ പിശാച് കള വിതച്ചാൽ നോക്കിക്കേ അതിന്റെ റിസൾട്ട് എത്ര ഭയാനകമാണ്. നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടിയ ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം ഭയങ്കരമാകട്ടോ.
കള വിതയ്ക്കപ്പെടാതിരിക്കാൻ നമ്മളെ ഏൽപ്പിച്ച കളത്തെ സൂക്ഷിക്കേണ്ട കടമ അതാത് ലോക്കൽ സഭയുടെ ശുശ്രൂഷകന്മാര്. നമ്മൾ മയങ്ങിയും ഉറങ്ങിയും നമ്മൾ കാഴ്ചപ്പാടില്ലാത്തവരായിട്ടും ദർശനമില്ലാത്തവരായിട്ടൊക്കെ ശുശ്രൂഷിച്ചാൽ പിശാച് കള വിതച്ച് കള വളർന്ന് കളയുടെ അനുഭവം പ്രത്യക്ഷപ്പെടും നമ്മുടെ ദൈവജനത്തിന്റെ മധ്യത്തിൽ. അപ്പൊ ഞാൻ മുൻപോട്ട് പോകാം. അപ്പം ശുശ്രൂഷക വൃന്ദത്തിനകത്തും കള വിതയ്ക്കും, വിശ്വാസികൾക്കിടയിലും ദൈവജനത്തിന്റെ മധ്യത്തിലും പിശാച് എന്ത് ചെയ്യും? കള വിതച്ച് അതുപോലെ കളങ്ങളാക്കി ഈ വിഭാഗങ്ങളെയൊക്കെ മാറ്റുന്നു. ഇനി അടുത്ത ചിന്തയിലേക്ക് പോവുകയാണ്. എന്താണ് കള വിതയ്ക്കുന്ന ശത്രുവിന്റെ തന്ത്രം? നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ശത്രു വന്ന് കള വിതച്ചു പോയി കളഞ്ഞു എന്ന് വായിക്കും. വിതയ്ക്കുന്നവൻ വിതച്ചതിന് ശേഷം വന്ന് താൻ വിശ്രമിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ വിതയ്ക്കുന്നവൻ അറിയാതെ ശത്രു വന്ന് കള വിതച്ച് പോയി. ശത്രുവിന്റെ തന്ത്രം ആ വാക്കിനകത്ത് കർത്താവ് സൂചിപ്പിക്കുന്നു. വിവിധ രീതിയിലാണ് ശത്രു തന്റെ ഉപായം ദൈവജനത്തെ ചതിക്കുവാനായിട്ട് പ്രയോഗിക്കുന്നത്. ശത്രുവിന്റെ പ്രവർത്തനം പ്രത്യക്ഷമായും പെട്ടെന്നുമല്ല, പടിപടിയായിട്ടാണ്. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായി. ശത്രുവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രത്യക്ഷമായും പെട്ടെന്നുമല്ല, അതിങ്ങനെ പടിപടി. നമുക്കറിയാം, ഒരു ആത്മീയന്റെ പിന്മാറ്റം എന്ന് പറയുന്നത് ഒറ്റയടിക്കൊന്നുമല്ല. ഇതിങ്ങനെ ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് പൂർണ്ണ പിന്മാറ്റത്തിലേക്ക് ഒരാൾ പോകുന്നത്. കാരണം എന്താ പറയുക, പിശാച് എപ്പോഴും അങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ. ഒറ്റയടിക്ക് ആരെയും മൂടോടെ പറിച്ചുകൊണ്ട് പോകത്തില്ല. അവൻ കുറേശ്ശെ 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 സ്വാധീനമിട്ട്, ലോകത്തിന്റെ ചിന്തകളിട്ട്, ലോകത്തിന്റെ മോഹങ്ങളിട്ട്, ലോകത്തിന്റെ കാര്യങ്ങൾ കുറേശ്ശെയായിട്ട് അകത്തോട്ട് കൊടുത്ത് 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 നമ്മളെ ഈ വലിയ മീനെ പിടിക്കാനായിട്ട് കൊച്ചിര ഇടുന്നത് പോലെ ഇരയിട്ടാണ് എഴുതുന്നത്. പൂർണ്ണമായിട്ട് അവനെ സ്വാധീനതയിലേക്ക് കൊണ്ടുവരും. അതിന് സമയമെടുക്കും. അവന് ചിട്ടയായ ഒരു പ്ലാൻ ഉണ്ട്, ചിട്ടയായിട്ടൊരു പദ്ധതി ഉണ്ട്. അതായത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ശത്രുവിന്റെ പ്രവർത്തനം പ്രത്യക്ഷവും പെട്ടെന്നുമല്ല, അത് പടിപടിയായിട്ടാണ്. ഇനി ഒന്നാമത്തെ ചിന്തയിലേക്ക് വരാം. ശത്രു കള വിതയ്ക്കുന്ന സമയം അറിയണം നമ്മൾ. ശത്രു കള വിതയ്ക്കുന്ന സമയത്തെ അറിയണം. ഏത് സമയത്താണ് ശത്രു അവിടെ എഴുതിയിരിക്കുന്നത്? മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു വന്നു. ശിംശോന്റെ ജീവിതത്തിൽ പരാജയം വന്നത് എപ്പോഴാണ്? ഉറങ്ങുമ്പോഴാണ്. അല്ലെ, ഉറങ്ങുമ്പോഴല്ല, ഒരാൾ ഉറക്കിയപ്പോൾ. അല്ലെ, താരോട്ടൊക്കെ പാടി മടിയിലിട്ട് പുള്ളിക്കത്തി ഉറക്കിയച്ചാ ചോദിച്ചത് പലയാവർത്തി, നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണ്? ആ മടി കിടന്നുകൊണ്ട് ഉറക്കത്തിൽ ആ പുള്ളി പറഞ്ഞത് എന്താ? ഇന്നതാണ് എന്റെ ശക്തിയുടെ രഹസ്യം. ഉറങ്ങിക്കിടന്നപ്പോൾ തന്നെയാണ് ആ ശക്തിയുടെ ഉറവിടത്തെ അവള് ഒരു സിസറ് കൊണ്ട് മുറിച്ചെടുത്തത്. മനുഷ്യൻ ഉറങ്ങുന്ന സമയത്താണ് ശത്രു എന്ത് ചെയ്തത്? കള വിതയ്ക്കാനായിട്ട് തിരഞ്ഞെടുത്ത സമയം. ഗെത്സമനെ തോട്ടത്തിലെ ശിഷ്യന്മാരെ നമ്മൾ പഠിച്ചാലും പിശാചിന്റെ ആയുധമായിട്ട് അതിന് പത്രോസ് മാറിയതും ശിഷ്യന്മാര് കർത്താവിനെ വിട്ട് ഓടാനും മറ്റ് ഒരു നിലയിലേക്ക് അവർക്ക് അവരുടെ പ്രതികരണവും മനോഭാവവും മാറാനുമുള്ള കാരണം ഗെത്സമന തോട്ടത്തിലെ അവരുടെ ഉറക്കമാണ്. കർത്താവ് 2 പ്രാവശ്യം ആദ്യം വന്ന് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പച്ച മലയാളത്തിൽ യേശു പറഞ്ഞത്, മക്കളെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നത്. പറഞ്ഞതിന്റെ ശരിക്കുള്ള നല്ല മലയാളമാണ്.
പക്ഷെ നമ്മളിവിടെ വായിക്കുന്നത് അവരുടെ കണ്ണുകൾക്ക് ഭാരമേറുകയാൽ അവരെന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. ഇപ്പൊ ശിഷ്യന്മാരുടെ ജീവിതത്തിലെയും ഗെത്സമനിയിലെ ഉറക്കം അല്പമണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ അല്പം മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ യേശുവിനെ പിടിക്കാൻ പിശാചും അവന്റെ ആജ്ഞാവർത്തികളായ ആളുകളും കടന്നു വന്നപ്പോൾ ഈ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു? കർത്താവ് കൊടുത്ത മുന്നറിയിപ്പ് പോലെ പരാജയം സംഭവിച്ചു. അവരും ആരായി മാറുക? അവിടെ കളയായിട്ട് മാറുക. പത്രോസ് കളയായി മാറി. അപ്പോഴാ കർത്താവ് പറഞ്ഞ, പത്രോസെ വാളുറയിലിട്, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. പത്രോസ് അവിടെ അല്പസമയത്തിന് ആരായിട്ട് മാറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പത്രോസും കളയായി മാറി. വാളെടുക്കാൻ കർത്താവ് ഒരു പ്രാവശ്യം പോലും ഉപദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു ടീച്ചിങ് കർത്താവ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കർത്താവിന്റെ ഒരു പഠിപ്പിക്കലും ആയുധം എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. സ്നേഹത്തിന്റെ മാർഗമാണ് കർത്താവിന്റെ, ക്ഷമയുടെ മാർഗമാണ് കർത്താവിന്റെ, സഹിഷ്ണുതയുടെ മാർഗമാണ് കർത്താവിന്റെ മാർഗം. ശത്രുവിനെ സ്നേഹിക്ക എന്ന കർത്താവിനെ പഠിപ്പിച്ചത്. നിന്റെ ഒരു ചെകുത്ത് അടിച്ചാൽ മറുചെകിടും കാണിച്ചു കൊടുക്ക എന്നാണ് കർത്താവിന് കൊടുത്ത ടീച്ചിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പത്രോസ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉപയോഗിക്കുക. വാള് കളയായതുകൊണ്ട്, കളയായി മാറിയതുകൊണ്ട്. കാരണം കളയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതികൾക്ക് നേർ വിപരീതം എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ശുശ്രൂഷകന്മാരെ ദൈവം സഭയ്ക്ക് തന്നത് എന്തിനാ? സഭയെ വളർത്തിയെടുക്കാനാ. അവരെ കളയാക്കി മാറ്റുന്നതിനാ, സഭയെ തളർത്താനാ. ആണോ? നേരെ ഓപ്പോസിറ്റാ. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശത്രു കളവിധിക്കുന്ന സമയം എപ്പോൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എപ്പോഴാ സമയം എന്ന് അവിടെ കർത്താവ് പറയുന്നത്? മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു വന്നു. വിഷയത്തിലൊക്കെ വരാം. അപ്പൊ ശിഷ്യന്മാർ ഞാൻ പറഞ്ഞത്, ശിംശോന് ഉറങ്ങി പരാജയത്തിലേക്കാണ് പോയത്. ഗെത്സമനാത്തോട്ടത്തിൽ ശിഷ്യന്മാർക്ക് ഉറക്കം സംഭവിച്ചു. അവരും ദയനീയമായ തോൽവിയിലേക്കാണ് കടന്നുപോയത്. ശത്രുവിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ നമ്മോട് അടുത്തു വരുന്ന സമയം എന്ന് പറയുന്നത് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉണർന്ന് പ്രാർത്ഥിക്കാതെ ഉറക്കത്തിന് സമയം കൂടുതൽ കണ്ടെത്തുമ്പോൾ ഓർത്തുകൊള്ളുക, കളം നമുക്ക് സമീപയാണ്. കള നമുക്ക് സമീപയാണ്. ഗ്രഹിത അനുഭവത്തെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് അതൊരു സമയബന്ധിതമാണോ? അല്ല. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോഴോ അത് സമയബന്ധിതമായിട്ടാണ് പ്രാർത്ഥന. ദാവീദിന്റെ ഭാഷയെ പറഞ്ഞാൽ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും, അല്ലേ? ദാനിയേൽ പ്രവാചക ദിവസം വായിക്കുന്നത് പോലെ പതിവ് ചെയ്തു വന്നിരുന്നത് പോലെ അതെന്ന് പറഞ്ഞാൽ അതൊരു റൊട്ടേഷനാണ്. ഒരു ദിവസം 2 നേരം പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒരു ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്ന യഹൂദന്മാരുണ്ട്. കാലഘട്ടം അനുസരിച്ചുള്ള വ്യത്യാസം. അവരാ ടൈമിങ്ങിലാണ് പ്രാർത്ഥിക്കുന്നത്. പുതിയ നിയമ ഉപദേശത്തിലേക്ക് വന്നപ്പോൾ പ്രാർത്ഥനയെ കുറിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് സമയബന്ധിതമല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാബന്ധിതമാണ്. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായോ? ഒരു ദൈവവൈകല്യ പുതിയ നിയമത്തിന്റെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാബന്ധിതം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും, എന്നാ തിരുവെഴുത്ത്, ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു എന്ന പൗലോസ് പറഞ്ഞു. ഏത് സമയത്തും പ്രാർത്ഥന നിരതരായി മുന്നോട്ട് പോകേണ്ടവരാണ് ദൈവമക്കൾ. അപ്പൊ ഏത് സമയത്തും പ്രാർത്ഥന നിരതരായി പോകുമ്പോൾ ഉറക്കം കുറയും. അർദ്ധരാത്രിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ട നിലവാരം വരുമ്പോൾ ഉറക്കം കുറയും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം കുറയും. ഉറക്കം കൂടുമ്പോൾ ഓർത്തുകൊള്ളുക, കളത്തിന് സമീപയാണ് നമ്മളായിരിക്കും. പ്രാർത്ഥന കുറയുമ്പോൾ ഓർത്തുകൊള്ളുക, നമ്മൾ ഉറക്കത്തിന്റെ ലാസ്യതയിലാണ്. അതുകൊണ്ട് തിരുവെഴുത്തില് ഒരുപാട് സ്ഥലങ്ങളില് അപ്പോസ്തലന്മാരുടെ എഴുത്തുകളാണെങ്കിലും യേശുവിന്റെ പഠിപ്പിക്കലാണെങ്കിലും ഉണരുക ഉണരുക എന്ന് പറയാറില്ല. ഉണർന്നുകൊള്ളുക.
സർദീസിലെ സഭയ്ക്ക് സന്ദേശം എഴുതുമ്പോൾ കർത്താവ് പറയുന്നത് അതല്ലേ? ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. താഴോട്ട് വായിക്ക് പറയാം, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പിനെ എന്ത് ചെയ്യണം? ശക്തീകരിക്കണം. എന്ന് പറഞ്ഞാൽ മന്ദത വെടിഞ്ഞ്, ഉറക്കം വെടിഞ്ഞ് ഉണർവിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പരാജയമാണ്. ഇപ്പൊ ശത്രു കള വിതയ്ക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു ദൈവദാസനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അതായത് ഒരു സഭയുടെ ശുശ്രൂഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, തന്റെ വിശ്വാസികൾക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തിന് മങ്ങലേൽക്കുമ്പോൾ തിരിച്ചറിയണം, വിശ്വാസികൾക്കകത്ത് പിശാച് കള വിതയ്ക്കാനുള്ള സാഹചര്യം വർദ്ധിക്കുക. എത്രത്തോളം തന്നെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഉറക്കം വെടിഞ്ഞ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നോ, അത്രയും നാളുകൾ, അത്രയും സമയങ്ങൾ തന്റെ വിശ്വാസികൾ സുരക്ഷിതത്വമുള്ളവരാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ അത് തന്നെയല്ലേ കാണുന്നത്? പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് ദൈവം അത് പറയുമ്പോൾ പറയുന്നൊരു വാക്കില്ലേ? പ്രവാചക പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജനത്തിന്റെ സംരക്ഷണയ്ക്ക് വേണ്ടിയും ജനത്തിന്റെ സുരക്ഷിതത്വത്തിനും വേണ്ടിയും ജനത്തിന്റെ മധ്യത്തിൽ ഒരു കാവൽക്കാരനെ പോലെ നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി വേലി കെട്ടി പ്രാർത്ഥിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യുന്നു? അന്വേഷിക്കുന്നുവെന്ന് നമ്മൾ പഴയ നിയമം വായിക്കുന്നതാണ്. ഒരു കാവൽക്കാരന്റെ ദൗത്യം എന്താ? അവൻ ഉറങ്ങാതെ, നമ്മള് സെക്യൂരിറ്റികളെയൊക്കെ ആക്കാറില്ലേ പല സ്ഥലങ്ങളിൽ, അല്ലേ? അവരുടെ ദൗത്യം എന്താ? സംരക്ഷിക്കുക. അപ്പൊ രാത്രി കിടന്ന് ഉറങ്ങുന്നവൻ സെക്യൂരിറ്റി ആണോ? എനിക്ക് നല്ല സെക്യൂരിറ്റിയാണ്. ഡ്യൂട്ടിക്ക് വന്നപ്പോ തൊട്ട് അവൻ കയറി കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അവനെ ഒരു സെക്യൂരിറ്റി എന്ന് വിളിക്കാൻ നമുക്ക് പറ്റത്തില്ല. നല്ല സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ രാത്രി അവന്റെ ഉറക്കത്തെ നിഷേധിച്ച് അവൻ ഉറങ്ങാതെ ഉണർന്നിരുന്നു അവനെ ഏൽപ്പിച്ച ആ മേഖലയിൽ എന്തുണ്ട്? സുരക്ഷിതത്വം, അവന് സംരക്ഷണം ഉറപ്പാണ്. അപ്പം കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വലിയ ആത്മീക ചിന്ത, വലിയ പാഠം അവിടെ കിടക്കുക. എപ്പോഴാണ് ശത്രു കള വിതയ്ക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം എന്നുള്ളത് വളരെ ഗഹനമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ. അപ്പം സുവിശേഷങ്ങൾ നിങ്ങൾ എടുത്തിട്ട് ലേഖനങ്ങളിലൂടെ കണ്ണൊന്ന് ഓടിച്ചു നോക്കിക്കുകയും ഉറക്കത്തെക്കുറിച്ചും ഉണരേണ്ടതിനെ കുറിച്ചും ഉണർവിനെ കുറിച്ചും ഒക്കെ എത്ര ആധികാരികമായിട്ട് തിരുവഴുത്ത് പറയും. അതൊരു വലിയ സത്യമാണ്, അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. സഭ എന്ന് എവിടെ ഏത് കാലഘട്ടത്തിൽ ഉറങ്ങിയിട്ടുണ്ടോ അവിടെ ശത്രു ഉപയോഗിച്ചിട്ടു. പോയിന്റ് അവിടെ അവസാനിക്കുക. അപ്പോൾ ഈ പരാജയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഉണർന്നും ജാഗരിച്ചു കൊണ്ടിരിക്കേണ്ടത് ദൈവദാസന്മാരുടെയും ദൈവജനത്തിന്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. അതൊരിക്കലും നമ്മൾ വിസ്മരിച്ച് കളയരുത്. 2, ശത്രു വിതയ്ക്കുന്ന സമയം അറിയണമെന്ന് ഞാൻ പറഞ്ഞു. 1. 2, ശത്രു കള വിതയ്ക്കുന്നു. എവിടെ ഏത് വിധത്തിലുള്ള കള വിതയ്ക്കണമെന്ന് വിതയ്ക്കുന്നവനറിയാം. എവിടെ ഏത് വിധത്തിലുള്ള കള വിതയ്ക്കണമെന്ന് ശത്രുവിന് നന്നായിട്ടറിയാം. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഓരോ വയലിന്റെയും നിലവാരം മനസ്സിലാക്കിയിട്ടാണ് അവൻ കള വിതയ്ക്കാൻ തയ്യാറാകുന്നത്. ഞാൻ പറഞ്ഞ വാക്കൊന്ന് മനസ്സിലായി. ചില കൂട്ടായ്മകൾക്ക്, ചില സഭകൾക്ക് പ്രവാചകനെ ഭയങ്കര താല്പര്യവും ഭയങ്കര ഇഷ്ടവും. ആ കളത്തിലേക്ക് ഒരു കള്ളപ്രവാചകനെ അയച്ച കള പിശാച് വരയ്ക്കും. കളം തിരിച്ചറിഞ്ഞിട്ട് കള വിതച്ചെങ്കില് അതിന്റെ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ആർക്കറിയാം. നമ്മള് ഈ വിതയ്ക്കുന്ന നെല്ലുണ്ടല്ലോ, പണ്ട് പല നിലയല്ല വിതയ്ക്കുന്നത്, അല്ലേ?
ഓരോ നെല്ലും വിതയ്ക്കുന്ന ആ നിലത്തിന് വ്യത്യാസമുണ്ട്, പ്രത്യേകതയുണ്ട്. പൊടിയിൽ വിതയ്ക്കുന്ന പല നെല്ലും പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെളിക്കകത്ത് വിതയ്ക്കാൻ പറ്റും. ചെളിക്കകത്ത് വിതയ്ക്കുന്ന പല നെല്ലും ചെളിയിൽ വിതയ്ക്കാൻ പറ്റൂ, അത് ഉണങ്ങിയ നിലത്ത് വിതയ്ക്കാൻ പറ്റുകയില്ല. അതിനൊക്കെ പ്രത്യേകതരം നെല്ലുണ്ട്. നമുക്കറിയാമല്ലോ, ഈ 18 കപ്പ എന്ന് പറയുന്നതൊക്കെ ഈ വെള്ളമടിച്ച് കൃഷി ചെയ്യുന്ന നിലങ്ങളിലല്ല സാധാരണ ചെയ്യുന്നത്. അത് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലാണ് ആ കപ്പ ഇടുക, അല്ലേ? എന്നാല് നല്ല വളക്കൂറുള്ള മണ്ണും വെള്ള സൗകര്യമുള്ള മണ്ണിലൊക്കെ ആണെങ്കിൽ എന്താണ്, നമ്മുടെ നാട്ടില് ഒരുപാട് വണ്ണം വയ്ക്കുന്ന പുതിയ തരം കപ്പകളൊക്കെ ഉണ്ടല്ലേ. ആ കപ്പകളൊക്കെ ആ മണ്ണിലെ എന്ത് ചെയ്യത്തുള്ളൂ, കൃഷി ചെയ്യത്തുള്ളൂ. കാരണം നല്ലൊരു കൃഷിക്കാരനറിയാം എപ്രകാരമുള്ള വിള എപ്രകാരമുള്ള മണ്ണിൽ വിതച്ചെങ്കിലേ ഫലം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശത്രുവിനും അറിയാൻ നന്നായി എവിടെ ഏത് വിധത്തിലുള്ള കളയാണ് വിതയ്ക്കണമെന്ന് അവന് നന്നായിട്ട് അറിയാം. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നറിയാമോ, വയലുകളുടെ നിലവാരം അവൻ നന്നായി മനസ്സിലാക്കിയിട്ട് അതിന് ഏറ്റവും അനുകൂലമായ അനുയോജ്യമായതിനെ അവനോട് എന്ത് ചെയ്യത്തുള്ളൂ, വിതയ്ക്കും. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശത്രു വിതയ്ക്കുമ്പോൾ നമ്മൾ അവന്റെ തന്ത്രത്തെ അതുകൊണ്ടാണ് മനസ്സിലാക്കാമെന്ന് പൗലോസ് പറയും. ഇങ്ങനെ ആ വാക്യം നമ്മൾ വായിക്കുന്നത്, പിശാചിന്റെ തന്ത്രത്തെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ, അറിയാമെന്നല്ലേ? പിശാചിന്റെ തന്ത്രത്തെ നമുക്ക് അറിയാമെന്നല്ലേ പൗലോസ് പറയുന്നൊരു സാരം. അപ്പം പൗലോസ് പറയുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളെ പൗലോസ് നന്നായി പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇന്ന് നമുക്ക് എത്ര പേർക്ക് പിശാചിന്റെ പല തന്ത്രങ്ങളും അറിയാം? അറിയില്ല. നമ്മൾ ഇന്നും നമ്മുടെ ബന്ധക്കോസിന്റെ ഒക്കെ പ്രാരംഭ ആ തുടക്കകാലങ്ങളിൽ പിശാച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധമാണ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷെ പിശാച് അപ്ഡേറ്റ് ആവുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാട്ടോ. ദൈവവചനത്തിന് വലിയ അപ്ഡേഷൻ ഒന്നും ഇല്ലെങ്കിലും പരാജയപ്പെടുത്താൻ പല മേഖലയിലും അപ്ഡേറ്റ് ആയെങ്കിലേ അത് ഫലവത്താകുള്ളൂ എന്ന് ആർക്കും നന്നായിട്ട് അറിയാം, ശത്രുവില്ല. അതുകൊണ്ട് നൂതന സാങ്കേതിക വിദ്യകൾ ആരുപയോഗിക്കും? പിശാച് ഉപയോഗിക്കും, കള ഉപയോഗിക്കാൻ. നമുക്കറിയാം, കൃഷി ഉദാഹരണം പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട സമയമായെന്ന് തോന്നില്ലേ? ഉദാഹരണം പറഞ്ഞാല് പണ്ടൊക്കെ ഏതൊരു കൃഷിയും എത്ര കഷ്ടപ്പെട്ടാലും എത്ര അധ്വാനിച്ചാലും അതിന്റെ ഫലം ലഭിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. ചൈനയൊക്കെ ഉപയോഗിക്കുന്ന കൃഷി രീതികൾ എന്ന് പറയുന്നത് അതിന്റെ മോടിച്ചേ കാണുള്ളൂ, പക്ഷെ അതിന്റെ ഫലം ഭയങ്കര പ്രൊഡക്റ്റ്. കാരണം പുതിയ സാങ്കേതിക വിദ്യ എന്ത് ചെയ്തു അവർ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ, ഇസ്രായേൽ മുതലായ രാജ്യങ്ങള് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കൃഷി മേഖലയ്ക്കകത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പ്രൊഡക്ഷൻ വളരെയധികം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പിശാചും തന്റെ കളയുടെ നിലവാരത്തിന് വ്യത്യാസം എന്ത് ചെയ്തു ഓരോ ദിവസവും വരുത്തിക്കൊണ്ട് അനുയോജ്യമായ കള എന്ത് ചെയ്യും അവൻ വിതയ്ക്കുകയാണ്. നമ്മുടെയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും പ്രസംഗിച്ചുകൊണ്ടിരുന്നത് എന്താണ്? പണം, പെണ്ണ്, ഇത് രണ്ടുമാണ് പിശാചിന്റെ പ്രധാന ആയുധം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അതൊന്നും അല്ലല്ലോ. അപ്പൊ അതിനകത്തൊന്നും ഒന്നൊരു പ്രസക്തി ഇല്ലാതായി. ഇന്ന് പുതിയ നൂതന കാര്യങ്ങളിലേക്കൊക്കെ മാറി ഈ സമൂഹം. പിശാചിന്റെ ആയുധങ്ങളൊക്കെ മാറി. അവനുപയോഗിക്കുന്ന വെപ്പൺസിനൊക്കെ ഒരുപാട് വ്യത്യാസം വരും, അപ്ഡേറ്റ് ആയി ഒരുപാട്. നമ്മളിതൊന്നും എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും തിരിച്ചറിയാതെ നമ്മളിപ്പോൾ ആ പഴയതും നോക്കിയിരിക്കുക. ആ പഴയ ആയുധം വരുന്നുണ്ടെങ്കിൽ പ്രതിരോധിക്കാനായിട്ട് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഇരിക്കുക. പക്ഷെ പുതിയ ആയുധം നമ്മുടെ നേരെ വന്ന് നമ്മളെ അത് യേശു തോൽപ്പിച്ചു പോയ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും തിരിച്ചറിയുന്നു. പൗലോസ് അന്ന് ചോദിച്ചു, പിശാചിന്റെ തന്ത്രത്തെ നമ്മൾ അറിയാത്തവരല്ലല്ലോ, നമുക്കറിയാമെന്നാ പറഞ്ഞതിന്റെ സാരം. അറിയണം. ദൈവമക്കൾ എപ്പോഴും പിശാച് എത്രത്തോളം അപ്ഡേറ്റ് ആകുന്നു അത്രത്തോളം അവന്റെ അപ്ഡേഷനെ തിരിച്ചറിയുന്നവരായിരിക്കും.
കളം എവിടെ ഏത് വിധത്തിലുള്ളത് വിതയ്ക്കണമെന്ന് അവന് നന്നായിട്ട് അറിയാം. ആ കളത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ചുള്ള കളം അവനെന്ത് ചെയ്യും? വിതയ്ക്കാൻ സന്നദ്ധനാകും. അതിനെ തിരിച്ചറിയാനായിട്ട് എന്ത് ചെയ്യണം? സാധിക്കും. മൂന്നാമത്തെ ചുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ചിന്തിക്കാം. കർത്താവ് നമ്മെ ഇന്ന് രാത്രി വചനത്താൽ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരുമിച്ചായിരിക്കാം. ഈ വചനങ്ങളാൽ കടന്നു വന്ന എല്ലാവരെയും ദൈവം